ഹായ് എവരി വൺ, കനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ PR ആയി സ്ഥിരതാമസം ആകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറ്റവും അധികം സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എക്സ്പ്രസ് എൻട്രി. ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമായ എക്സ്പ്രസ് എൻട്രി പലപ്പോഴും കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് നടത്താറുണ്ട്. ഇങ്ങനെ 2025 എക്സ്പ്രസ് എൻട്രി കാറ്റഗറീസിനെ കുറിച്ചുള്ള ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡന്റായി വന്ന് PR കിട്ടുവാനായി കാനഡയിൽ കഷ്ടപ്പെടുന്ന പലരുടെയും ഇതുവരെയുള്ള പ്ലാൻസ് മുഴുവൻ തകിടം മറിക്കാൻ ചാൻസ് ഉള്ള, എന്നാൽ മറ്റു ചിലർക്ക് PR-ലേക്ക് എളുപ്പത്തിലെത്താൻ വഴിയൊരുക്കുന്ന എക്സ്പ്രസ് എൻട്രി അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊരു ഇമിഗ്രേഷൻ എക്സ്പേർട്ടോ ഏജന്റോ അല്ല. ഞാനും സ്റ്റുഡന്റായി ഇവിടെ എത്തിയ ആളാണ്. IRCCയുടെ അപ്ഡേറ്റുകൾ പല ഹിന്റുകളും നമുക്ക് തരാറുണ്ട്. IRCCയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ PR-ലേക്ക് എത്താം എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് കനേഡിയൻ മലയാളി എന്ന എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഏറ്റവും ആദ്യം ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും PR-ന് ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാനഡ ഓരോ വർഷം കഴിയുന്തോറും PR-ന്റെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രസ് എൻട്രിയും PNBയും പല പൈലറ്റ് പ്രോഗ്രാമുകളും ഉൾപ്പെടുന്ന എക്കോണമിക് ഇമിഗ്രേഷനിലൂടെ കാനഡ ഇമിഗ്രൻസിന് PR കൊടുക്കുന്നത് നമ്മളോടുള്ള സിമ്പതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വളരെ വലിയൊരു രാജ്യമായ കാനഡയിൽ ആളുകൾ വളരെ കുറവുള്ള ധാരാളം ചെറിയ ടൗണുകളുണ്ട്. അതുമല്ലെങ്കിൽ ചില പ്രത്യേക ജോലികൾക്ക്, ചില സ്കിൽഡ് ജോലികൾക്ക് ഇവിടെ ആളെ കിട്ടാനില്ല. അങ്ങനെ ചില ചെറിയ ടൗണുകളിലെ പോപ്പുലേഷൻ ഉയർത്താനും കാനഡയിൽ ആളുകളെ കിട്ടാൻ പ്രയാസമുള്ള ജോലികൾക്ക് ആളെ കിട്ടാനുമാണ് കാനഡ ഇമിഗ്രേഷൻ നടത്തുന്നത്. അത് മാത്രമല്ല, ഒരു ഇമിഗ്രന്റ് ഇവിടെ എത്തി ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഭീമമായ ടാക്സ് ഗവൺമെന്റിന് ഒരു ആഡഡ് ബോണസാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് PR-ഓട് കൂടി കാനഡയിൽ സ്ഥിരതാമസമാകുവാനായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എക്സ്പ്രസ് എൻട്രി. പൂർണ്ണമായും ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണിത്. എങ്ങനെയാണ് എക്സ്പ്രസ് എൻട്രി വർക്ക് ചെയ്യുന്നതെന്ന് സിമ്പിളായി പറഞ്ഞുതരാം. ലോകത്തുള്ള ആർക്കും ഒരു മിനിമം പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ലാംഗ്വേജ് സ്കിൽസ് എന്നിവയെ കണക്കാക്കി നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കും. CRS സ്കോർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കൂടുതൽ പോയിന്റ് ഉള്ളവർക്കാണ് PR-ന് ചാൻസ് കൂടുതൽ ലഭിക്കുക. നിങ്ങൾക്ക് കാനഡയിൽ സ്റ്റഡീസ്, വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ സിബ്ലിങ്സ് പോലുള്ള അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പോയിന്റ് ലഭിക്കും. ഇങ്ങനെ ലോകത്തുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്രൊഫൈലുകളും ഒരു പൂളിലേക്ക് പോകും. ഈ പൂളിൽ നിന്നാണ് IRCC അവർക്ക് ആവശ്യമുള്ള ഹൈ സ്കോർ ഉള്ള കാൻഡിഡേറ്റ്സിനെ ഡ്രോ നടത്തി കണ്ടുപിടിക്കുന്നത്. കുറച്ച് വർഷം മുന്നേ ഒരു 450 പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ PR കിട്ടുമായിരുന്നു. എന്നാൽ വളരെയധികം ആപ്ലിക്കൻസ്, പ്രധാനമായിട്ടും കാനഡയിൽ പഠിച്ച എക്സ്പീരിയൻസ് ഒക്കെയുള്ള കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ട് ഒരു 500 പോയിന്റ് ഉള്ളവർ പോലും ഇപ്പോൾ ഒട്ടും സേഫ് അല്ല. എക്സ്പ്രസ് എൻട്രി പൂളും പിന്നെ കഴിഞ്ഞ മാസം നടന്ന ഡ്രോകളും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ്പ്രസ് എൻട്രി PR പഴയതുപോലെ ഈസി അല്ല. ഈ എക്സ്പ്രസ് എൻട്രി എന്നത് ഒരു മത്സരമാണ്. കൂടുതൽ പോയിന്റ് ഉള്ള ഒരു ചെറിയ നമ്പർ ആളുകൾക്ക് മാത്രമാണ് PR കിട്ടും. ഇത് മാത്രമല്ല, IRCC പലപ്പോഴും ജനറൽ ഡ്രോസ് നടത്താറില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവർക്ക് പോപ്പുലേഷൻ കുറഞ്ഞ ടൗണുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനും ആളെ കിട്ടാത്ത ജോലികൾക്ക് ജോലിക്കാരെ കിട്ടാനും വേണ്ടി കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് ആണ് കൂടുതലും നടത്താറുള്ളത്. ഇങ്ങനെ കാറ്റഗറി ബേസ്ഡ് ഡ്രോ നടത്തുമ്പോൾ ജനറൽ പ്രൊഫൈലിൽ 500 പോയിന്റ് ഉള്ള ആൾക്ക് PR കിട്ടാതെ ഈ സ്പെസിഫൈഡ് കാറ്റഗറിയിൽ 450 പോയിന്റ് ഉള്ളവർക്ക് PR കിട്ടും. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ ഒരു ഡ്രോ ഉണ്ടായിരുന്നു. 428 പോയിന്റ് ഉള്ള ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാവുന്ന 6500 പേർക്കാണ് ആ ഡ്രോയിൽ ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രീക്വന്റ് ആയ ഡ്രോസ് നടക്കുന്ന കാറ്റഗറിയിൽ നമ്മുടെ പ്രൊഫൈൽ വരിക എന്നുള്ളത് PR-ന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും ആവശ്യമാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഈ കാറ്റഗറിയിൽ തന്നെ ഒരു വലിയ പൊളിച്ചെഴുത്താണ് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിൽ നിന്ന് ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസ് ജോലി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് പോലുള്ള ഒരു ഫുൾ കാറ്റഗറി തന്നെ ഒഴിവാക്കി ഡിമാൻഡ് അനുസരിച്ചുള്ള പുതിയൊരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട്. ഹെൽത്ത് കെയറിലോ IT-ലോ ആണ് ജോലിയെങ്കിൽ PR ഉറപ്പാണെന്ന് വിശ്വസിച്ച് IT ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും നാൾ അവർ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് ഈ ചേഞ്ചസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് എടുത്തു മാറ്റി പകരം എഡ്യൂക്കേഷൻ ഒക്യുപ്പേഷൻസ് എന്ന ഒരു പുതിയ കാറ്റഗറി ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് കെയറിനൊപ്പം സോഷ്യൽ സർവീസസ് ഒക്യുപ്പേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രിയിൽ 6 കാറ്റഗറീസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസസ് ഒക്യുപ്പേഷൻ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്ത്, STEM എന്ന് പറയും. പിന്നെ ട്രേഡ് ഒക്യുപ്പേഷൻസ്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് ഒക്യുപ്പേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഒക്യുപ്പേഷൻസ്. ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ നിന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത 6 ജോബ്സ് എടുത്തു മാറ്റി പുതിയ 8 ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ഈ കാറ്റഗറിയുടെ പുതിയ പേര് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസസ് ഒക്യുപ്പേഷൻ എന്നാണ്. ആനിമൽ ഹെൽത്ത്, ഡെൻ്റൽ, മെഡിക്കൽ ലാബോറട്ടറി, ഫാർമസി, സോഷ്യൽ വർക്ക്, ഡിസബിലിറ്റി കെയർ തുടങ്ങിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് PR എത്താനുള്ള ഒരു പുതിയ സാധ്യതയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നവരാവട്ടെ, ഇവിടെ പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഇവർ കൂടുതലും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാറ്റഗറിയാണ് STEM. ധാരാളം കുട്ടികൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് PR കിട്ടുവാനായിട്ട് IT ജോബ്സ് ചെയ്യുന്നുണ്ട്. STEM കാറ്റഗറിയിലെ എലിജിബിൾ ജോലികളിൽ നിന്ന് ബിസിനസ് സിസ്റ്റം സ്പെഷ്യലിസ്റ്റ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ സിസ്റ്റം ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്, ഡാറ്റാ സയൻറ്റിസ്റ്റ്, ഡാറ്റാബേസ് അനലിസ്റ്റ് ആൻഡ് ഡാറ്റ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇൻഫർമേഷൻ സിസ്റ്റം സ്പെഷ്യലിസ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ്, വെബ് ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ് പോലുള്ള നമുക്കറിയാവുന്ന പലരും വർക്ക് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ IT ജോലികളും ഈ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണിത്. പഠിച്ച ഫീൽഡായ IT-യിൽ തന്നെ ജോലി ചെയ്ത് STEM കാറ്റഗറിയിലൂടെ PR എത്തുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമുള്ള ഒരു തിരിച്ചടിയാണിത്. IT ഇൻഡസ്ട്രി ഒരു മൈനർ റിസഷനിലൂടെ കടന്നു പോകുന്നതും ആവശ്യത്തിലധികം IT പ്രൊഫഷണൽസ് ഇപ്പോൾ തന്നെ ക്യാൻഡയിലുള്ളതുമാകാം ഇതിന് കാരണം. ഇതിന് പകരമായി സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഷുറൻസ് ഏജന്റ് ഉൾപ്പെടെ പുതിയ 6 ജോലികൾ STEM കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ചുള്ള ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കാനഡ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ധാരാളം സ്കിൽഡ് ലേബേഴ്സിന് കാനഡയ്ക്ക് ആവശ്യമുണ്ട്. ട്രേഡ് ഒക്യുപ്പേഷനിലേക്ക് വരുമ്പോൾ ധാരാളം ജോലികൾ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഈ ട്രേഡ് ജോലികളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് PR-ന് വളരെയധികം സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ് കുക്ക് എന്ന ജോലിയും ഈ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റുഡൻസ് പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ് കുക്ക്. അതുകൊണ്ട് കുറേ പേരുടെ PR-നെ ഈ ചേഞ്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്കിൽ കുറവ് വേണ്ട ചില ജോലികൾ ഈ കാറ്റഗറിയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുമുണ്ട്. അടുത്ത കാറ്റഗറിയായ അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് ഒക്യുപ്പേഷനിൽ നിന്ന് 2 ജോലികൾ റിമൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്നത് പുതുതായി വന്ന ഒരു കാറ്റഗറിയെക്കുറിച്ചാണ്. ടീച്ചേഴ്സ്, ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കിൻഡർ ഗാർഡൻ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻസ്, ടീച്ചർ അസിസ്റ്റൻസ്, ഡിസബിലിറ്റീസ് ഉള്ളവരുടെ ഇൻസ്ട്രക്ടേഴ്സ് എന്നിവർക്ക് ഈ കാറ്റഗറിയിലൂടെ PR എത്താനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വളരെയധികം ആളുകൾ ജോലി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് കാറ്റഗറി കംപ്ലീറ്റ് ആയി റിമൂവ് ചെയ്തിരിക്കുന്നു. ഒരു ട്രക്ക് ഡ്രൈവർ ആവാനുള്ള കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. ഇങ്ങനെ PR കിട്ടാൻ സഹായിക്കുമെന്ന് കരുതി പല ജോലിയും വേണ്ടെന്ന് വെച്ച് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയ കുറേ പേരെ നമുക്കറിയാം. ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾക്കേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇത്രയും അറിഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാനഡയുടെ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലി ഈ കാറ്റഗറീസിൽ നിന്നും റിമൂവ് ആയി എന്നോർത്ത് വിഷമിക്കരുത്. PNB പോലുള്ള ഓപ്ഷനുകൾ ഒന്നുകൂടി പരിശോധിക്കുക. PNBയുടെ ഇൻ ഡിമാൻഡ് ലിസ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ ജോലി ചിലപ്പോൾ കാണും. PR ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ പ്ലാനുകളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന വലിയൊരു സൂചന IRCC തന്നിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ട 6 കാറ്റഗറീസിലെ 4 കാറ്റഗറികൾ പ്രയോറിറ്റി കാറ്റഗറികൾ എന്ന പേരിൽ IRCC ഡെസിഗ്നേറ്റഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഒക്യുപ്പേഷൻസ്, ട്രേഡ്സ് ഒക്യുപ്പേഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഒക്യുപ്പേഷൻസ്. വരുന്ന മാസങ്ങളിൽ ഈ കാറ്റഗറികളിൽ കൂടുതൽ ഡ്രോസ് ഉണ്ടാകുമെന്ന് IRCC അറിയിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടുക എന്നുള്ളതാണ് PR കിട്ടാനുള്ള ഏറ്റവും എഫക്റ്റീവായ വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം 2025 ഇമിഗ്രേഷൻ പ്ലാൻ പ്രകാരം ടോട്ടൽ PR-ന്റെ 8.5% ഫ്രാങ്കോഫോൺ പ്രോഗ്രാമുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. 2026 എണ്ണം കൂട്ടി 2027 ആകുമ്പോഴേക്കും ടോട്ടൽ PR-ന്റെ 10% എത്തും ഫ്രാങ്കോഫോൺ ഇമിഗ്രേഷൻ കോട്ട. എന്നെ കേൾക്കുന്ന പലരും ഇപ്പോഴും യങ്ങായിരിക്കും. ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ PR ഗ്യാരണ്ടീഡ് ആണെന്ന് പറയാം. കഴിഞ്ഞ ഡ്രോയിൽ വെറും 428 പോയിന്റുള്ള ഫ്രഞ്ച് അറിയാവുന്ന 6500 പേർക്കാണ് PR-നുള്ള ഇൻവിറ്റേഷൻ കിട്ടിയതെന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമയം കളയാതെ ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങുന്നതാണ് ബുദ്ധി. ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഈ ജോലികൾ എപ്പോഴും ഹൈ ഡിമാൻഡ് ജോബുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടേണ്ട സമയത്ത് കിട്ടും. അതുപോലെ തന്നെ ട്രേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോബുകൾ ഇപ്പോൾ എന്തായാലും നല്ല ഡിമാൻഡുള്ള ജോബ്സാണ്. കുറച്ചു കാലം എന്തായാലും അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ജനറൽ ജോലികളിൽ നിന്ന് മാറി കൂടുതൽ സ്കിൽഡായ ജോലികൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി +2 കഴിഞ്ഞ് സ്റ്റുഡൻ്റായി കാനഡയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ PNB ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എക്സ്പ്രസ് എൻട്രിയിൽ ഡിഗ്രി ഉള്ളവരോടോ അല്ലെങ്കിൽ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരോടോ മുട്ടി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതുമാത്രമല്ല RCIP ആൻഡ് FCIP പ്രോഗ്രാമുകളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് കാണുക. ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. PR-ലേക്കുള്ള ഒരു വഴി അടഞ്ഞു എന്ന് കരുതി നിങ്ങൾ തുടർന്ന് ശ്രമിക്കാതിരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PR-ന് ഹെൽപ്പ് ചെയ്യുന്ന ജോലികൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ CRS സ്കോർ എങ്ങനെയെങ്കിലും മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പോയിന്റ് കുറവുള്ളവർ ഉറപ്പായിട്ടും ഫ്രഞ്ച് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ കൂടെ PNB, മറ്റ് പൈലറ്റ് പ്രോഗ്രാംസ് എന്നിവ കൂടി ട്രൈ ചെയ്യുക. ഈ വീഡിയോ ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ദയവായിട്ട് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.